ഞാൻ മാൻഷാദ അമ്പലപ്പുഴയിൽ നിന്ന് വരുന്നു. പിന്നെ എന്നെ ഇവിടെ കൊണ്ടുവന്നത് ഭീമ എന്ന് പറഞ്ഞൊരു കുട്ടിയായിരുന്നു, എൻ്റെ അയൽവാസിയായിരുന്നു. ഞാനിതേപോലെ എനിക്ക് എപ്പോഴും 16 വർഷം കൊണ്ട് എനിക്ക് തുമ്മൽ ഉണ്ടായിരുന്നു. എൻ്റെ ഇളയ മോളെ ഞാൻ പ്രസവിച്ച നാൾ മുതൽ എനിക്ക് തുമ്മലും ജലദോഷവും ഉണ്ടായിരുന്നു, എനിക്ക് ശ്വാസം മുട്ടലുണ്ടായിരുന്നു. ഞാൻ അന്നു മുതൽ എല്ലാ ഡോക്ടർമാരെയും കാണുകയും ഞാൻ തിരുവല്ലയിൽ പോയി വേണുഗോപാൽ ഡോക്ടറെ കാണുകയും ഞാൻ വണ്ടാനം ഹോസ്പിറ്റലിൽ എല്ലാ മാസം തോറും പോവുകയും ചെയ്യുമായിരുന്നു. എന്നിട്ടൊന്നും എനിക്ക് രോഗം മാറുന്നില്ലായിരുന്നു. മാറാതെ എനിക്കൊരു മാറാരോഗിയെപ്പോലെ എനിക്കൊരു ജോലി ചെയ്യാൻ പറ്റുന്നില്ല, എൻ്റെ മക്കളെ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. എൻ്റെ 2 പെൺമക്കളാണ് എനിക്ക്, ആ 2 പെൺമക്കളെയും എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ എനിക്ക് പലവിധ രോഗങ്ങൾ, ഞാനൊരു രോഗിയായി മാറുന്ന ലക്ഷണത്തിലേക്കായിരുന്നു എൻ്റെ ജീവിതം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ഭീമ എന്നെ കൊണ്ടുവരികയും എനിക്ക് പെരവെച്ച് കടങ്ങളും എൻ്റെ ബന്ധുക്കാർക്ക് പോലും കണ്ടുകൂടാത്ത ഒരു രീതിയിലായിരുന്നു എൻ്റെ ജീവിതം മുന്നോട്ട് പോയത്. ഈ ജനുവരിയിലായിരുന്നു ഞങ്ങൾ ആദ്യമായി താമസമാകുന്നത്. ആ താമസമായതിനു ശേഷം എനിക്ക് വെറും കടബാധ്യതകൾ മാത്രമായിരുന്നു. ഞാൻ ഈ മാതാവിൻ്റെ അടുത്ത് വരുമ്പോൾ ഞാൻ കടക്കാരിയുമായിരുന്നു. കടവും രോഗവും കൂടെ ആയപ്പോൾ എനിക്ക് ഒന്നും തന്നെ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു ഞാനിവിടെ എത്തുന്നത്. എൻ്റെ കടബാധ്യതകൾ ഒരു 3/4 ഭാഗവും തീർന്നിപ്പോൾ എൻ്റെ ഭർത്താവ് മാത്രമാണ് ജോലിക്കാരൻ. എൻ്റെ ഭർത്താവിനാണെന്നേലും ഷുഗർ എന്നുള്ളൊരു അസുഖവും കൂടെ ഇപ്പോൾ ബാധിച്ച്. അങ്ങനെ ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു, ഞങ്ങളെ രോഗികളും കൂടെ ആക്കിയാൽ ഞങ്ങൾ എന്ത് ചെയ്യും മാതാവേ? 2 പെൺമക്കളുവാ ഞങ്ങൾക്ക്. ഞങ്ങളുടെ ബന്ധുക്കാരെല്ലാവരും ഞങ്ങളെ ഒരു ഇല്ലായ്മക്കാരെ കാണുന്നത് പോലെയായിരുന്നു കണ്ടുകൊണ്ടിരുന്നത്. ആ അവസ്ഥയിൽ ഞാനിവിടെ എത്തുകയും ഫെബ്രുവരിയിലാണ് ഞാനിവിടെ ഉടമ്പടി എടുത്തത്. വന്ന് എൻ്റെ രോഗങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രമല്ല, എൻ്റെ മക്കൾക്ക് നന്മ വരുന്നതിനും എൻ്റെ ഭർത്താവിൻ്റെ രോഗം മാറ്റുന്നതിനും എൻ്റെ രോഗം മാറ്റുന്നതിനുമായിരുന്നു ഞാനിവിടെ ആദ്യമായി വന്നത്. വന്ന് 2 പ്രാർത്ഥന കൂടിയപ്പോൾ 3ാമത്തെ പ്രാർത്ഥന എത്തിയില്ല എന്ന് തോന്നിയപ്പോൾ 3ാമത്തെ പ്രാർത്ഥന എനിക്ക് തീർന്നതിന് മുമ്പേ എൻ്റെ തുമ്മൽ എന്നുള്ള അസുഖവും എൻ്റെ കാലിൻ്റെ മുട്ടിൻ്റെ അസ്ഥിക്കുള്ള തേയ്മാനവും മാറ്റിത്തന്ന് എൻ്റെ ഇളയ മോക്ക് ശ്വാസം മുട്ടൽ എപ്പോഴും ഉണ്ടാകുമായിരുന്നു. ഞങ്ങൾ ഡോക്ടർമാരെ കാണാൻ ICUവിലായിരുന്നു എപ്പോഴും മോൾ കിടക്കുന്നത്. ആ മോളുടെ രോഗവും ശ്വാസം മുട്ടലും ഇപ്പോൾ മാറി കിട്ടി. ഇനി എനിക്കൊരാഗ്രഹമുള്ളൂ, എൻ്റെ 2 മക്കളെ നല്ല നിലയിൽ പഠിപ്പിക്കണം, എൻ്റെ മക്കളുടെ കാര്യങ്ങൾ നടത്തിത്തരണം. എൻ്റെ യേശുവേ, എൻ്റെ മാതാവേ, എന്നെ രക്ഷിക്കണേ. കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഈ മകൾക്ക് ദൈവം പൂർണ്ണ രോഗസൗഖ്യം നൽകി അനുഗ്രഹിച്ചതിനോർത്ത് ഇതാണ് കുഞ്ഞുവാവ. പറഞ്ഞു. എൻ്റെ പേര് ആൻ്റണി. എളമക്കരയിൽ നിന്ന് വരുന്നത്, എറണാകുളത്താണ് സ്ഥലം. എൻ്റെ കുഞ്ഞിന് വേണ്ടിയിട്ടാണ് ഞാൻ സാക്ഷ്യം പറയുന്നത്. ഞങ്ങളുടെ 3ാമത്തെ കുട്ടിയാണിത്. 2 പേരും പെൺകുട്ടികളാണ്. ഇത് ആൺകുട്ടി. ഇവന് 2.5 മാസമായപ്പോൾ അവൻ്റെ ദേഹം മുഴുകെ ചൊറിഞ്ഞ് പൊട്ടി തൊലി പൊളിഞ്ഞു പോകുന്ന അവസ്ഥയാണ്. നിങ്ങളെല്ലാവരും ചിലപ്പോൾ ഈ TV ന്യൂസിലെ കണ്ടിട്ടുണ്ടാകും 2 കുട്ടികളുടെ അവസ്ഥ. തൊലി പൊളിഞ്ഞു പോയി കുട്ടി ചികിത്സിച്ചില്ലെങ്കിൽ, ശരിയായ രീതിയിൽ മരുന്ന് കൊടുത്തില്ലെങ്കിൽ മരണം വരെ സംഭവിക്കാവുന്ന അവസ്ഥ. ആ അവസ്ഥയിലായിരുന്നു ഞങ്ങളുടെ കുട്ടി. അത് ഞങ്ങൾ ഹോമിയോ മരുന്ന് കൊടുത്തു, ആയുർവേദ മരുന്ന് കൊടുത്തു, കുറഞ്ഞില്ല. 3.5 മാസമായപ്പോൾ അവന് വയറിളക്കവും തുടങ്ങി. വയറിളക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിവസം ഒരു 10-12 പ്രാവശ്യമെങ്കിലും പോകും, വെള്ളം പോലെ. അങ്ങനെ ഞങ്ങൾ വൈദ്യരോട് ചോദിച്ചപ്പോൾ വൈദ്യർ പറഞ്ഞത് അതിനുള്ള ഈ സ്കിന്നിൻ്റെ കംപ്ലൈൻറ്റിനുള്ള മരുന്ന് കൊടുക്കുന്നത് കൊണ്ട് അവന് ചിലപ്പോൾ വയറിളക്കം വരാം, അത് പൊക്കോട്ടെ, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ 6 മാസമായപ്പോൾ അവൻ്റെ കാലുകളൊന്നും അനക്കാൻ പറ്റാതെയായി. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ലിസി ആശുപത്രിയിൽ കൊണ്ടുപോയി. അവിടെ ചെന്നപ്പോൾ ഡോക്ടർ ബ്ലഡൊക്കെ പരിശോധിച്ചിട്ട് പറഞ്ഞു, ഇതിവിടെ ചികിത്സിക്കാൻ കഴിയില്ല, നിങ്ങൾ വേറെ ഏതെങ്കിലും ആശുപത്രി കൊണ്ടുപോകുക. ഡോക്ടർ 3 ഓപ്ഷൻ പറഞ്ഞു. ഒന്ന് PVS, ഒന്ന് ആസ്റ്റർ, ഒന്ന് അമൃത. ഞങ്ങൾ അന്ന് വീട്ടിൽ പോയിരുന്ന് ആലോചിച്ചു. ഞങ്ങൾക്ക് ഏറ്റവും അടുത്തും പോയി വരാനും
ഒക്കെ എല്ലാം സൗകര്യം PVS ആയിരുന്നു. ഞങ്ങൾ PVSൽ ചെന്നു. അവിടെ ചെന്ന് ഡോക്ടറെ കണ്ടു. പീഡിയാട്രിക് ഗ്യാസ്ട്രോ എൻട്രോളജിസ്റ്റ് ഡോക്ടറെ കാണണമെന്ന് പറഞ്ഞിരുന്നു. ആ ഡോക്ടറെ കണ്ടു. പീഡിയാട്രിഷ്യനെ കണ്ടു. ഈ 2 ഡോക്ടറും പറഞ്ഞു അഡ്മിറ്റ് ചെയ്യണം, ഞങ്ങൾ മരുന്ന് തരാം, നിങ്ങൾ പ്രാർത്ഥിക്കണം, വിസിറ്റേഴ്സിനെ ഒന്നും അനുവദിക്കരുത്, ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ ഇനി പിടിച്ചാൽ കിട്ടില്ല, കാട്ടുതീ പോലെ പടരും. അതാണ് അവൻ്റെ അവസ്ഥ. അതായത് ആൽബുമിൻ കുറഞ്ഞു. അതായത് 3.5 ആണ് നോർമൽ ആൽബുമിൻ ലെവൽ, അത് 1 ആയി. പ്രോട്ടീൻ 6.3 ആണ്, 6 ആണ് നോർമൽ ലെവൽ, അത് 2 ആയിരുന്നു. അവൻ്റെ ബർത്ത് വെയ്റ്റ് 3 ഉണ്ടായിരുന്നത്. ഞങ്ങൾ ആശുപത്രി കൊണ്ടുപോകുമ്പോൾ ശരീരത്തിൽ മുഴുവൻ നീരായിരുന്നു. ആ അവസ്ഥയിലും അവൻ്റെ വെയിറ്റ് ഉണ്ടായിരുന്നത് 4.5 കിലോ മാത്രമാണ്. ഡോക്ടർ പറഞ്ഞത് ഈ നീര് പോയി കഴിഞ്ഞാൽ അവൻ്റെ വെയിറ്റ് 3.5 കിലോ മാത്രം. ഞങ്ങൾ ICUവിൽ അഡ്മിറ്റ് ചെയ്തു. അവനെ 8 ദിവസം ICUവിൽ കിടന്നു. 3 ആൽബുമിൻ ഇഞ്ചക്ഷൻ എടുത്തു. എന്നിട്ടും അവൻ്റെ ആൽബുമിൻ 2 എന്ന നിലയിൽ നിന്ന് വർദ്ധിക്കുന്നില്ല. എങ്കിലും 10 ദിവസം കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് ഡിസ്ചാർജ് ചെയ്തു. പിന്നീട് വന്ന് ചെക്കപ്പ് ചെയ്യണമെന്ന് പറഞ്ഞു. 2 ആഴ്ച കൂടുമ്പോൾ ചെക്കപ്പ് ചെയ്തു. എന്നിട്ടും വലിയ മാറ്റമൊന്നും ഉണ്ടായിരുന്നില്ല. ഡോക്ടർ പരിശോധിച്ചിട്ട് പറഞ്ഞത് കൗ മിൽക്കിൻ്റെ അലർജിയാണ്, അത് കാരണം അമ്മയുടെ മുലപ്പാൽ പോലും കൊടുക്കാൻ പാടില്ല. ഒരു പൗഡർ, അത് സാധാരണ ഇവിടെയുള്ള മെഡിക്കൽ ഷോപ്പുകളിലൊന്നും കിട്ടില്ല. ഇവിടെ കിട്ടുന്നത് ആകെ ഹോസ്പിറ്റലുള്ളത് അമൃത ആശുപത്രി, അവിടെ മാത്രം കിട്ടും. ഇല്ല എങ്കിൽ 2 ഏജൻസി ഉണ്ട് എറണാകുളത്ത്, അവിടെ മാത്രമേ കിട്ടൂ. അവിടെ നിങ്ങൾ വരുത്തി വാങ്ങി അതിന് വലിയ വില കൊടുക്കണം. അത് ആഴ്ചയിൽ 2 എണ്ണമെങ്കിലും വേണം. ഇപ്പോഴും അത് നൽകുന്നുണ്ട്. ഇപ്പോൾ മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് അവന് മുലപ്പാൽ കൊടുക്കാം, മറ്റുള്ള ഭക്ഷണങ്ങളെ കൊടുക്കാം. അതിൻ്റെ ഇടയിൽ ഞങ്ങളിവിടെ ഞാൻ ഇത് കുറയാതിരുന്നിട്ട് ഞാൻ ഒരു മെയ് മാസം 20-ാം തീയതി ഇവിടെ ഉടമ്പടി എടുക്കാനായിട്ട് വന്നു. അപ്പോൾ 3-ാമത്തെ ഞായറാഴ്ചയായിരുന്നു അത്. ഇവിടെ ഉടമ്പടി എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഞാനപ്പോൾ ഉടമ്പടിയുടെ നിബന്ധനകളെക്കുറിച്ച് ഇവിടെ അന്വേഷിച്ചപ്പോൾ അന്ന് ഇവിടെ എല്ലാവരും അച്ചായൻ എന്ന് വിളിക്കുന്ന ഒരു ചേട്ടനാണ് അവിടെ ഇരുന്നിരുന്നത്. പുള്ളി പറഞ്ഞ് ഉടമ്പടി നിബന്ധന ചോദിച്ചപ്പോൾ അച്ഛൻ ആരാധനയുടെ അവസാനം അച്ഛൻ അറിയിപ്പുകൾ പറയും. അപ്പോൾ അറിയാം. ഞാൻ ആരാധന കഴിയുന്നവരെ നിന്നു. അച്ഛൻ ഉടമ്പടിയുടെ നിബന്ധനകൾ പറഞ്ഞു, ഉടമ്പടി പാലിക്കേണ്ട ക്രമങ്ങൾ പറഞ്ഞു. അത് കേട്ട് ഞാൻ വീട്ടിൽ പോയി. ഞാൻ വീട്ടിൽ ആലോചിച്ചു, എനിക്കെന്തായാലും ഉടമ്പടി എടുക്കാൻ കഴിയില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉടമ്പടി പാലിക്കേണ്ട ക്രമങ്ങൾ അത് ഉടമ്പടി എടുത്താൽ പാലിക്കണം, അല്ലാതെ നിവൃത്തിയില്ല. അപ്പോൾ എനിക്കൊരു ചെറിയൊരു ഫോട്ടോസ്റ്റാറ്റ് കടയാം. രാത്രി ഒരു 9 മണിയൊക്കെ ആവും കടയടയ്ക്കുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് ഈ പ്രാർത്ഥന ശേഷം ചെല്ലുകൊണ്ടുന്ന ഇതൊന്നും ചെല്ലാൻ കഴിയില്ല. ബൈബിള് കടയിൽ പോയിരുന്ന് വായിക്കാൻ കഴിയില്ല. അപ്പോൾ അതൊക്കെ കൊണ്ട് ഞാൻ ഭാര്യയോട് ആലോചിച്ചു. ഭാര്യ 26-ാം തീയതി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. ഞങ്ങൾ അതിനുശേഷം ഇവിടെ ആദ്യത്തെ ജൂൺ 3-ാം തീയതി ആദ്യത്തെ ഞായറാഴ്ച ഉടമ്പടി ധ്യാനത്തിൽ പങ്കെടുത്തു. എൻ്റെ തൊട്ട് അടുത്ത ദിവസം 4-ാം തീയതി ബ്ലഡ് ചെക്ക് ചെയ്തു. അന്ന് അച്ഛനെ കണ്ടു. ഉടമ്പടി ധ്യാനത്തിൻ്റെ അവസാനം അച്ഛനെ കണ്ടു. ചീട്ടെടുത്ത് അച്ഛനെ കണ്ടു. അച്ഛൻ കൈവച്ച് പ്രാർത്ഥിച്ചു. പിറ്റേ ദിവസം തന്നെ ഞങ്ങൾ ബ്ലഡ് ചെക്ക് ചെയ്യേണ്ട ദിവസമായിരുന്നു. ബ്ലഡ് ചെക്ക് ചെയ്തു. അതിൻ്റെ തൊട്ടടുത്ത ദിവസം 5-ാം തീയതി ഡോക്ടറെ കണ്ടു. ഡോക്ടറെ കണ്ടപ്പോൾ ആൽബുമിൻ ലെവൽ മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് 3-ലേക്കെത്തി, 3 റേഞ്ചിലേക്കെത്തി. അപ്പോൾ ഡോക്ടർ പിന്നെയും കുഴപ്പം. ബ്ലഡ് ചെക്ക് ചെയ്തപ്പോൾ ഞാൻ എൻ്റെ ഭാര്യയോട് പോലും പറഞ്ഞിട്ടില്ല. അതായത് എന്ന് വെച്ചാൽ WBC കൗണ്ട്, അതായത് മെഡിക്കൽ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അറിയാം. WBC കൗണ്ട് 36,000 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലുക്കേമിയയുടെ സ്റ്റേജാണ്. ഡോക്ടർ പറഞ്ഞു ലുക്കേമിയ ആണോ എന്ന് സംശയമുണ്ട്. ലുക്കേമിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലഡ് ക്യാൻസർ. എൻ്റെ ഭാര്യയ്ക്ക് അറിയില്ല ലുക്കേമിയ എന്താണെന്ന് അറിയില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതുപോലും പറഞ്ഞിട്ടില്ല. ഭാര്യയ്ക്ക് അറിയില്ല. ഭാര്യ ഇപ്പോഴായിരിക്കും അതറിയുന്നത്.
അത് കുറഞ്ഞാൽ മാത്രമേ ശരിയാവുകയുള്ളൂ. ഞാൻ ചോദിച്ചു ഡോക്ടർ, അത് ഈ അവൻ്റെ സ്കിന്നെല്ലാം തൊലി ഇങ്ങനെ പൊളിഞ്ഞുകൊണ്ടിരിക്കുന്നു, അതുകൊണ്ട് അങ്ങനെ കൂടിക്കൂടെ? അവൻ്റെ പ്ലേറ്റ്ലെറ്റ് കുറയുന്നില്ലല്ലോ. ഈ WBC കൗണ്ട് കൂടുമ്പോൾ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കുറയണ്ടേ? ഞാനിതൊക്കെ നെറ്റിൽ പരിശോധിച്ചിട്ട് അറിഞ്ഞതാണ്, എനിക്കല്ലാതെ വേറെ വിദ്യാഭ്യാസം അധികമൊന്നുമില്ല. അപ്പോൾ അങ്ങനെയായിരുന്നു സംഭവം. ഞാൻ ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു അത് പോസിബിലിറ്റിയാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു ഞങ്ങളൊന്ന് പുറത്ത് വേറെ ഒരു സ്കിൻ സ്പെഷ്യലിനെ കാണിച്ചോട്ടെ. അങ്ങനെ PVCയിൽ നിന്ന് ഒരിക്കലും അനുവദിക്കാറില്ല. ഡോക്ടർ സമ്മതിച്ചു. ഞങ്ങളൊരു സ്കിൻ സ്പെഷ്യലിനെ കാണിച്ചു. 9-ാം തീയതി ഞങ്ങൾ പോയി സ്പെഷ്യലിനെ കണ്ടു. ഡോക്ടർ ഒരു വേറെ മരുന്ന് തന്നില്ല, ഒരു തുള്ളി മരുന്ന് അവൻ്റെ വെള്ളത്തിൽ കലക്കിയിട്ട് അവൻ്റെ മേത്ത് തൂത്ത് കൊടുക്കുക. ഡോക്ടർ പറഞ്ഞു അവൻ്റെ ചൊറിച്ചിലെങ്കിലും ഒന്ന് കുറയണ്ടേ, അതിനു വേണ്ടി മാത്രം ആ മരുന്ന് മാത്രമേ തന്നുള്ളൂ. പക്ഷെ അത് വരട്ടി 2-ാമത്തെ ദിവസം അവൻ്റെ ചൊറിച്ചിൽ മുഴുവൻ മാറി, സ്കിന്ന് ഇങ്ങനെയായി. കാണിച്ച ഡോക്ടർമാരെല്ലാവരും പറഞ്ഞത് 2 വർഷമെങ്കിലും എടുക്കും ഈ ഇവൻ്റെ ചൊറിച്ചിലെങ്കിലും മാറി കിട്ടാൻ. സ്കിന്ന് ക്ലിയർ ആവാനല്ല, ചൊറിച്ചിൽ മാറി അവനൊരു ആശ്വസിക്കാൻ. അങ്ങനെയായിരുന്നു. ഇപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ 30-ാം തീയതി ഞങ്ങൾ ഇവിടെ ജൂൺ 1-ാം തീയതി ആദ്യത്തെ ഞായറാഴ്ച അല്ല ജൂലൈ 1-ാം തീയതി ആദ്യത്തെ ഞായറാഴ്ച വരാനിരുന്നതാണ്. അപ്പോൾ 2-3 ദിവസമായിട്ട് പനി കുറയുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ എന്താണെന്ന് അറിയില്ലല്ലോ. അപ്പോൾ ഞങ്ങൾ ശനിയാഴ്ച പോയി കാണിച്ചു. അപ്പോൾ ഡോക്ടർ ചെക്ക് ചെയ്തിട്ട് ഒരു ചെവിയിൽ ഇൻഫെക്ഷൻ ഉള്ളൂ, കുഴപ്പമില്ല, എന്തായാലും ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനുള്ളതല്ലേ, ഒന്ന് അഡ്മിറ്റ് ചെയ്തേക്കും, നമുക്കൊന്ന് ബ്ലഡൊക്കെ ചെക്ക് ചെയ്തിട്ട് പോകാമെന്ന് പറഞ്ഞു. ഡോക്ടർക്ക് അപ്പോഴും സംശയം, 36,000 WBC കൗണ്ട്. ഡോക്ടർ ബ്ലഡ് ചെക്ക് ചെയ്യാമെന്ന് പറഞ്ഞ് ബ്ലഡ് ചെക്ക് ചെയ്തു. പക്ഷേ റിസൾട്ട് കിട്ടി. ഡോക്ടർ പിറ്റേ ദിവസം രാവിലെ വന്നിട്ട് പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, ബ്ലഡിൽ ആൽബമിൻ ലെവൽ 4.3, അത് 2 ആഴ്ച കൊണ്ട്. പ്രോട്ടീൻ 6.3 ആയി. WBC കൗണ്ട് നേരെ കുറഞ്ഞു, 12,000 വന്നു. ഇതെല്ലാം മാതാവിൻ്റെ അനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രമാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുക. അതുപോലെ തന്നെ ഞങ്ങളെ ഇവനിലൂടെ ഞങ്ങളെ മാതാവും കർത്താവും ഈ അഗ്നിയിൽ സ്ഫുടം ചെയ്തെടുക്കുക എന്ന് പറയില്ലേ, വിശ്വാസത്തിലേക്ക് അടുപ്പിക്കാൻ, കർത്താവിൻ്റെതാക്കാൻ, ദൈവത്തിൻ്റെ മക്കളാക്കാൻ വേണ്ടി ഞങ്ങളെ ഇവനിലൂടെ കർത്താവ് ഒരുക്കുകയായിരുന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. വളരെ നന്ദി. നോക്കൂ, ഇത്രയും കുഞ്ഞിനിപ്പോൾ എത്ര മാസമായി? മോനിപ്പോൾ എത്ര മാസമായി? 10 മാസം. 2.5 മാസമായപ്പോൾ തുടങ്ങിയ രോഗം 9 മാസമായപ്പോൾ കൃപാസനത്തിൽ വരാനിടയാകുന്നു. മറ്റിടത്തെല്ലാം ചികിത്സകളെല്ലാം പരാജയപ്പെടുന്നു. PBS ചെന്നപ്പോൾ അവർ ആദ്യം പറഞ്ഞത് ചികിത്സ തരാം, അവരെഴുതിയിട്ടുണ്ട് ഇതിനകത്ത്, ഞങ്ങൾ ചികിത്സ തരാം, പക്ഷേ ധാരാളം പ്രാർത്ഥനകൾ വേണം. ബ്ലഡ് ക്യാൻസർ വരെ ആകുമോ എന്ന് ഡോക്ടർമാർ സംശയിച്ച സാഹചര്യം. ഇവിടെ 20-ാം തീയതി വരുന്ന ഉടമ്പടിയെക്കുറിച്ചൊക്കെ അന്വേഷിക്കുന്നു. 26-ാം തീയതി വന്ന് ഉടമ്പടി എടുക്കുന്നു. അടുത്ത ടെസ്റ്റ് ജൂൺ 3-ാം തീയതി വ്യത്യാസം കണ്ടു തുടങ്ങുന്നു. ഇപ്പോൾ കുഞ്ഞ് ഓക്കെ ആയിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ, കുഞ്ഞിനെ സമർപ്പിച്ച് അവൻ്റെ വളർച്ച മുഴുവൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശു ആരാധന. ഹല്ലേലൂയ, 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 യേശു ആരാധന, ആരാധന, ആരാധന. ഓക്കെ, നേരത്തെ വിളിച്ച പേര് ബീന ഗിബ്സൺ വന്നിട്ടുണ്ടോ? വരിക. ഇനിയുള്ളവരുടെ പേരുകൾ കൂടി ഉപയോഗിക്കണം, അവിടെ അടുത്തടുത്ത് വന്നിരിക്കണം. ആനീസ് ജോർജ് കൈപ്പുഴ, ലിസി ലിയോൺ ശക്തികുളങ്ങര കൊല്ലം, നീതു മാർട്ടിൻ മുനമ്പം പള്ളിപ്പുറം മുനമ്പം, നീതു മാർട്ടിൻ, അവരും കൂടി വന്ന് നിൽക്കുക. എൻ്റെ പേര് ബീന ഗിബ്സൺ. ഞാൻ കൊല്ലം ജില്ലയിൽ ഇരുപുരത്തു നിന്നും വരുന്നു. എൻ്റെ ഭർത്താവ് വിദേശമായിരുന്ന സമയത്ത് 6 മാസത്തോളം ജോലി ഇല്ലാതെ നിന്നു. ആ സമയം എനിക്കൊരു ആക്സിഡൻ്റ് ഉണ്ടായി. ഞാനും എൻ്റെ കുട്ടികളും കൂടെ 2 വീലറിൽ പോകുന്ന വഴിക്ക് ഒരു ആക്സിഡൻ്റ് ഉണ്ടായി. എൻ്റെ കൈ ഒടിഞ്ഞ് കമ്പി ഇട്ടു. അപ്പം എൻ്റെ മക്കൾക്ക് ഒരു കുഴപ്പവും ഉണ്ടായില്ല. എൻ്റെ താടിയുടെ ഇവിടെ പൊട്ടി 7 തയ്യലുണ്ടായിരുന്നു. ഏകദേശം 1.5 ലക്ഷത്തോളം രൂപ ചിലവായി. പക്ഷേ അന്നും കുട്ടികൾക്ക് ഒരു കുഴപ്പമില്ലാതെ മാതാവ് കാത്തു എന്ന് വേണം പറയേണ്ടത്. എനിക്ക് അത്ര വലിയൊരു ആക്സിഡൻ്റാണ് എനിക്കുണ്ടായത്. അപ്പോൾ ഞാൻ എൻ്റെ ഹസ്ബൻഡിനെ വിളിച്ച് പറഞ്ഞപ്പോൾ പുള്ളിക്ക് ജോലിയില്ലാതെ നിൽക്കുന്നതുകൊണ്ട് ഉടനെ നാട്ടിലേക്ക് തിരിച്ചു വന്നു. എൻ്റെ ശുശ്രൂഷയെല്ലാം കഴിഞ്ഞ് എൻ്റെ കയ്യിലിട്ടിരുന്ന കമ്പി എടുത്ത് ആ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞപ്പോൾ വിസായി 2 മാസം കൂടെ ഉള്ളൂ. അതുകൊണ്ട് വീണ്ടും തിരിച്ച് ജോലിക്ക് കയറാൻ വേണ്ടി പോയപ്പോൾ അവിടെ ചെന്നപ്പോൾ ജോലിയില്ല.
അന്നും ജോലി ഇല്ലല്ലോ. അപ്പോൾ വിസ കാലാവധി തീരാറായി, 2 മാസമേ ഉള്ളൂ. അവിടെ നിന്നു ജോലി, എന്നിട്ടും ശരിയായില്ല. വിസയുടെ കാലാവധി തീർന്നു, എന്നിട്ടും 2 മാസം കൂടെ നിന്ന് നോക്കി, എന്നിട്ടും ജോലി ശരിയാകാതെ അവസാനം ഫൈനായി 23,000 രൂപ. അവിടെയും ഫൈൻ അടച്ചിട്ട് തിരിച്ചു വരേണ്ടി വന്നു. ഇവിടെ വന്ന് 18 മാസം എൻ്റെ ഹസ്ബൻഡ് നാട്ടിൽ നിൽക്കുക. 4 മാസം 1 മാസം ഒരു കടയിൽ ജോലിക്ക് പോയി, അതിനുശേഷം 3 മാസം വേറൊരിടത്തും ജോലിക്ക്. ഇവിടെ 2 ജോലിക്ക് പോകുന്ന സമയത്തും ആദ്യത്തെ മാസം ജോലി ആ ചെയ്ത കടയിലും പെട്ടെന്ന് പറയുന്നു നാളെ മുതൽ ജോലിക്ക് വരണ്ട. അപ്പോഴും ഞങ്ങൾക്ക് പ്രാർത്ഥന മാത്രമേ ഉള്ളൂ ഞങ്ങളുടെ കയ്യിൽ ബലമായിട്ടുണ്ടായിരുന്നത്. പിന്നെ ഈ 3 മാസം വേറൊരു കടയിൽ ജോലിക്ക് പോയി അവിടെ നിന്നപ്പോഴും അവരും പെട്ടെന്ന് പറഞ്ഞു നാളെ മുതൽ ജോലിക്ക് വരണ്ട. ഇപ്പോൾ ഈ തകർച്ചകളൊക്കെ തന്നത് ഞങ്ങൾ മാതാവിനെ അറിയാൻ വേണ്ടി ആയിരുന്നു എന്ന് ഇപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി. അപ്പോൾ ഞാനും ഇവിടെ മെയ് 13-ാം തീയതി വന്ന് ഉടമ്പടി എടുത്ത് ഞാൻ പ്രാർത്ഥിച്ചു. അന്ന് ഞാനും എൻ്റെ മോനും മാത്രമേ വന്നിട്ടുള്ളായിരുന്നു. എൻ്റെ മോനുണ്ട്. മെയ് മാസം 13-ാം തീയതി ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച്. അപ്പോൾ എൻ്റെ ഹസ്ബൻഡിന് വലിയ വിശ്വാസമൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഈ കൃപാസനം ഒന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരി വഴിയാണ് ഞാൻ ഇതിനെക്കുറിച്ച് അറിയാനിടയായത്. ഇവിടെ വന്ന് ഇങ്ങനെ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ 3ാമത്തെ നിയോഗം എൻ്റെ ഹസ്ബൻഡിന് വിദേശത്ത് നല്ല ജോലി ലഭിക്കണം എന്നതായിരുന്നു. അങ്ങനെ ഇവിടെ പ്രാർത്ഥിച്ച് കഴിഞ്ഞ് പോയി. അന്ന് തൊട്ട് എൻ്റെ ഹസ്ബൻഡിന് രാവിലെ എൻ്റെ കൂടെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. എൻ്റെ ഹസ്ബൻഡ് പ്രാർത്ഥനയ്ക്ക് ഇരിക്കും, എന്നാലും വലിയ വിശ്വാസമൊന്നും പോരാ. അപ്പോൾ രാവിലെയും പുള്ളി തന്നെ എഴുന്നേറ്റ് തിരികെത്തിക്കാൻ തുടങ്ങി, രാത്രിയും തിരികെത്തിക്കും. ആ പ്രാർത്ഥന ഞങ്ങൾ മുടങ്ങാതെ ഈ നിമിഷം വരെയും പഠിക്കുന്നുണ്ട്. ജൂൺ 1-ാം തീയതി ഇവിടുത്തെ ദമ്പതി ധ്യാനത്തിൽ ഞാൻ പങ്കെടുക്കാനായിട്ട് എൻ്റെ ഹസ്ബൻഡിനെ വിളിച്ചപ്പോൾ ഒരു തടസ്സവും പറയാതെ എൻ്റെ കൂടെ ഇവിടെ വരികയും ഈ ധ്യാനത്തിൽ പങ്കെടുക്കുകയും ചെയ്തു. ധ്യാനത്തിൽ പങ്കെടുക്കുന്നതിന് മുമ്പ് എൻ്റെ ഒരു കൂട്ടുകാരി ഞാനുമായിട്ട് ഇങ്ങനെ നടന്നു വരുന്ന സമയത്ത് ഞാൻ എൻ്റെ കൂട്ടുകാരിയോട് പറഞ്ഞു, എല്ലാവരും സാക്ഷ്യം പറയുന്നു, എനിക്കും സാക്ഷ്യം പറയണമെന്ന് ആഗ്രഹമുണ്ട്, നമുക്കും പറയാൻ പറ്റുമോ, മാതാവ് നമുക്കും ഇതുപോലെ സാക്ഷ്യം പറയാൻ ഒരു അവസരം തരുമോ എന്നിങ്ങനെ ഞാൻ അവളോട് ചോദിച്ചു. അപ്പം ഞാൻ 2 പേരും കൂടെ പറഞ്ഞ് മാതാവ് നടത്തി തരുമായിരിക്കും എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ 2 പോയത്. തിരിച്ച് അതിനുശേഷം ഞാനും ഹസ്ബൻഡ് ഇവിടെ നിന്ന് ആരാധന തീരാറാകുന്ന സമയത്ത് ഇറങ്ങിയിട്ട് ആ റോഡിൽ ചെന്ന് ഞാൻ ആ പള്ളിയുടെ ഫ്രണ്ടിൽ തിരിഞ്ഞു നിന്നിട്ട് മാതാവിനോട് ചോദിച്ചു, അടുത്ത പ്രാവശ്യം ഞാൻ ഇവിടെ വരുമ്പോൾ എനിക്ക് സാക്ഷ്യം പറയാനായിട്ട് വരാൻ മാതാവേ എന്നെ എന്ന് അനുഗ്രഹിക്കുമോ എന്ന് ചോദിച്ചു. അതിനായിട്ട് മാത്രമേ ഞാനിവിടെ വരാൻ സമ്മതിക്കാവുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് ഞാനിവിടുന്ന് പോകുന്നത്. അങ്ങനെ പോയി. ഞാൻ മെയ് 13-നാണ് ഉടമ്പടി എടുക്കുന്നത്. ജൂൺ 14-ാം തീയതി ആയപ്പോൾ ഒരു കൂട്ടുകാരൻ വഴി ഒരു ജോലിയുടെ കാര്യം ഞങ്ങൾ അറിയുകയും പാസ്പോർട്ടിൻ്റെ കോപ്പിയൊക്കെ അയക്കാൻ പറഞ്ഞു. 13 ദിവസം കൊണ്ട് തന്നെ ആ വിസയുടെ പേപ്പറുകളെല്ലാം ശരിയായി വന്നു. ഞങ്ങൾക്ക് ഹസ്ബൻഡിനോട് ഉടനെ പറഞ്ഞു പെട്ടെന്ന് തന്നെ ജോലിയിൽ കയറണമെന്ന്. ജൂൺ 1-ാം തീയതി ഇവിടെ ദമ്പതി ധ്യാനത്തിൽ പങ്കെടുത്തു. ജൂലൈ 1-ാം തീയതി എൻ്റെ ഹസ്ബൻഡ് ജോലിയിൽ പ്രവേശിച്ചു. ഇപ്പോൾ വിദേശത്ത് ജോലി ചെയ്യുകയാണ്. എല്ലാവരും എനിക്കും എൻ്റെ കുടുംബത്തിനും വേണ്ടി പ്രാർത്ഥിക്കണേ. അതുപോലെ തന്നെ ഇപ്പോൾ എൻ്റെ ഭർത്താവ് പറഞ്ഞത്, അവിടെ നിന്ന് ഇപ്പം നീ കൃപാസനത്തിൽ പോകുന്ന സമയത്ത് എനിക്കും അത് കാണണം, മാതാവിനോട് നീ പറയുന്നത് മൊബൈൽ വഴിയെങ്കിലും എനിക്കതൊന്ന് കാണിച്ചു തരാൻ പറ്റുമെങ്കിൽ നീ എനിക്കൊന്ന് കാണിച്ചു തരണമേന്ന് പറഞ്ഞിട്ടാണ് എന്നെ ഈ ഫോണിൽ വിളിച്ച് സംസാരിച്ചത്. അപ്പോൾ എല്ലാവരും എനിക്കും എൻ്റെ കുടുംബത്തിനും വേണ്ടി മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കുന്ന കൂട്ടത്തിൽ ഞങ്ങളെയും കൂടി ഓർത്ത് പ്രാർത്ഥിക്കുക. പറഞ്ഞേ ഹല്ലേലൂയ. ഉച്ചത്തിൽ പറ. ദൈവം ആരെങ്കിലും അനുഗ്രഹിക്കുമ്പം അവരെ പ്രതി നമ്മളൊരു നന്ദി അങ്ങ് പറഞ്ഞേക്കണം, നമ്മളൊരു ഹല്ലേലൂയ പറഞ്ഞേക്കണം. ഹല്ലേലൂയ ഹല്ലേലൂയ. അപ്പോൾ ആദ്യം വരുന്നവരും പറയുന്നത് ഇനി വരുമ്പോൾ സാക്ഷ്യം പറയാൻ വരണമെന്നാണ്. അതിൻ്റെ അർത്ഥം എന്തുവാ? അതിൻ്റെ അർത്ഥം എന്തുവാ? ഈ ഉടമ്പടി പറഞ്ഞ കാര്യം അല്ലെ കൂട്ടായ്മയിൽ വന്നപ്പോൾ പ്രാർത്ഥിച്ച കാര്യം നടന്ന് കൃതജ്ഞത പറയാൻ വരാൻ തക്കവണ്ണം ദൈവം അമ്മ വഴി ഇടയാക്കും. ഹല്ലേലൂയ. അടുത്ത ആൾ വരിക. എൻ്റെ പേര് ലിസി ലിയോൺ. ഞാൻ കൊല്ലത്തു നിന്ന് വരുന്നു. ഞങ്ങൾ 5 പേരായിരുന്നു. എനിക്ക് 3 കുഞ്ഞുങ്ങളും എൻ്റെ ഭർത്താവും അടങ്ങുന്നതായിരുന്നു എൻ്റെ കുടുംബം. 2 ആൺമക്കളും 1 മോളുമായിരുന്നു. പഠിക്കാനൊക്കെ ഒത്തിരി മിടുക്കിയായ ഒരു കുഞ്ഞായിരുന്നു. 4 ദിവസം കൊണ്ട് ഒരു മഞ്ഞപ്പിത്തം ഉണ്ടാവുകയും കുഞ്ഞിന് ലിവർ ഫെയിലിയറാണെന്ന് പറയുകയും ചെയ്തു. അപ്പോൾ എൻ്റെ ലിവർ കുഞ്ഞിന് നൽകാമെന്ന് പറഞ്ഞെങ്കിലും അത് പറ്റിയില്ല.
മൂത്ത ആളിന് 19 വയസ്സാണ്. എല്ലാവരും 1.25 വയസ്സിൻ്റെ വീതം വ്യത്യാസമുള്ള കുഞ്ഞുങ്ങളാണ്. മൂത്ത മോന് 19 വയസ്സായിരുന്നു. മോൻ ലിവർ കുഞ്ഞിന് കൊടുക്കാമെന്ന് പറഞ്ഞു. മോക്ക് 16.25 വയസ്സായിരുന്നു. അപ്പോൾ ലേക്ക് ഷോർ ഹോസ്പിറ്റലിൽ ലിവർ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്ന ആ സമയത്ത് കുഞ്ഞിൻ്റെ ലിവർ എടുക്കുന്നതിന് മുൻപ് എൻ്റെ മകള് നഷ്ടപ്പെട്ടു. പക്ഷേ ഇവിടെ സാക്ഷ്യം പറയാൻ വരുമ്പോൾ ഇത്രയും വലിയ ജനസമൂഹത്തിൻ്റെ മുമ്പിൽ ഇത്രയും വലിയൊരു ദുഃഖം പറയരുതെന്ന് ഞാൻ ആഗ്രഹിച്ചു. എങ്കിലും എനിക്കത് പറയാതിരിക്കാൻ വയ്യ. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ പള്ളിയിൽ ജപമാല പോലും കുർബാന പോലും അർപ്പിക്കാൻ പോവാതെ 2 വർഷം ഞാൻ വീട്ടിൽ തന്നെയായിരുന്നു. കുഞ്ഞുങ്ങളുടെ കാര്യങ്ങളൊന്നും നോക്കാതെ സോഫയിൽ ഇങ്ങനെ ചുരുണ്ടുകൂടി കിടക്കും. ഭർത്താവിന് ജോലിക്ക് പോകാൻ പറ്റുന്നില്ല. ഈ സാഹചര്യത്തിൽ സാമ്പത്തികമായിട്ടെല്ലാം വളരെ താഴ്ന്നു പോയി. ഭർത്താവിൻ്റെ മനധൈര്യം കൊണ്ട് എൻ്റെ 2 ആൺമക്കളെ അടുത്തുള്ളൊരു കോളേജിൽ കൊണ്ടുപോയി ചേർത്തു. വിദ്യാഭ്യാസം ചെയ്യിക്കണം ഭയങ്കര ആഗ്രഹം ഉള്ള മനുഷ്യനാണ്. 2 വർഷമായിട്ട് എൻ്റെ കുടുംബത്തിൻ്റെ ഒരു കാര്യങ്ങളും ഞാൻ ശ്രദ്ധിക്കാറില്ലായിരുന്നു. അപ്പോൾ ഈ അടുത്ത സമയത്ത് എൻ്റെ 2 മക്കളും, മകൻ മൂത്ത ആളിന് 1 വർഷം പോയി, 2 പേരെയും BCom അടുത്തുള്ള കോളേജിൽ ചേർത്ത്. 2 പേരും ഒരേ ക്ലാസ്സിൽ പഠിക്കുന്നു. 2ാമത്തെ മകൻ ഞാനിവിടെ വന്ന് കഴിഞ്ഞതിൻ്റെ അങ്ങേ മാസം ഉടമ്പടി എടുത്തിരുന്നു. 2ാമത്തെ മകനും സുഹൃത്തുക്കളുമായി കോളേജിൽ ചില പ്രശ്നങ്ങളിൽ ഏർപ്പെടുകയും കുഞ്ഞിനെ അവിടെ നിന്ന് പുറത്താക്കുമെന്ന് അറിഞ്ഞ് ഈ ഒരു സാഹചര്യങ്ങളിലൊക്കെ കഴിയുമ്പോഴത്തേക്കും അത് ഞങ്ങൾക്ക് താങ്ങാൻ പറ്റില്ല എന്നുള്ള ആ ഒരു കുഞ്ഞു ബുദ്ധിയിൽ അവൻ വീട് വിട്ടു പോയി. അപ്പോൾ മാതാവിനോട് ഞാൻ ചോദിച്ചു, നിൻ്റെ മുമ്പിൽ വന്ന് ഉടമ്പടി എടുത്തപ്പം പിന്നെയും എനിക്ക് പരീക്ഷണങ്ങൾ. ഞാൻ ഉടമ്പടി എടുത്ത എൻ്റെ സാമ്പത്തിക പ്രശ്നങ്ങൾ മാറാൻ, ഈ ദുഃഖത്തിൽ നിന്ന് ഞങ്ങൾ 4 പേരും ഒന്ന് ഉയർത്തെഴുന്നേൽക്കാൻ ഒക്കെ ആയിരുന്നു. പക്ഷേ അതിനും വലിയ ഇടപെടലുകൾക്ക് മാതാവ് അവസരം തന്നു. ഇവിടെ ഇരുന്നപ്പോഴും ഞാൻ വിചാരിച്ചു, എൻ്റെ സാക്ഷ്യം വലുതൊന്നും അല്ല, ഞാൻ ഈ കാര്യങ്ങളൊന്നും എഴുതി കൊടുത്തിരുന്നില്ല, മകൻ്റെ കാര്യം മാത്രമേ ഞാൻ എഴുതി കൊടുത്തിരുന്നുള്ളൂ. പക്ഷേ എന്നെ മാതാവ് വിളിച്ചു. മകൻ അന്ന് വൈകുന്നേരം 6 മണിക്ക് വീട്ടിൽ നിന്ന് പുറപ്പെട്ട മകൻ മംഗലാപുരത്തേക്ക്, കൊല്ലത്ത് നിന്നും മംഗലാപുരത്തേക്ക് ട്രെയിൻ മാർഗം വീട്ടിൽ നിന്ന് പാസ്പോർട്ടും എടുത്താണ് പോയത്. അപ്പോൾ മാതാവിനോട് ഞാൻ പ്രാർത്ഥിച്ചു, യേശുനാമത്തിൻ്റെ ശക്തിയിൽ ഞാൻ അപേക്ഷിച്ചു, എൻ്റെ മകനെ തിരിച്ചു കൊണ്ടുവരണേ മാതാവേ. നീ അനുഭവിച്ച എല്ലാ വേദനകളും ഞാൻ അനുഭവിച്ചതാണ്. പുത്രനഷ്ടം, പിന്നെ മകനെ കാണാതുള്ള വേദന, ഇതെല്ലാം എനിക്ക് താങ്ങാവുന്നതിലും അപ്പുറം. നീ ദൈവകുമാരൻ്റെ അമ്മ, ഞാൻ വെറും ഒരു മനുഷ്യ സ്ത്രീ. അതുകൊണ്ട് എൻ്റെ മകനെ എനിക്ക് എത്രയും വേഗം തിരിച്ചെൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് തരണം. മംഗലാപുരത്തേക്ക് പോയ മകൻ കോട്ടയത്തെത്തിയപ്പോൾ പെട്ടെന്ന് തന്നെ തിരിച്ച് എൻ്റെ വീട്ടിൽ 2:30 മണിക്ക് അന്ന് തന്നെ എൻ്റെ മാതാവ് വീട്ടിൽ കൊണ്ടുവന്ന് എത്തിച്ചു. വീണ്ടും ഈ 6-ാം തീയതി ഞാനും എൻ്റെ ഭർത്താവും കൂടെ അടുത്ത് ഉള്ള ഒരു മരണാനന്തര കർമ്മത്തിന് പോയിട്ട് തിരിച്ചു വന്നപ്പോൾ പെട്ടെന്ന് ഭർത്താവിൻ്റെ ഓർമ്മ മുഴുവനും നഷ്ടപ്പെട്ടു. അതായത് മരണാനന്തര കർമ്മത്തിന് പോയിട്ട് വന്നതാണെന്ന് പോലും ഓർമ്മിക്കാൻ കഴിയാത്തൊരവസ്ഥ. അപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ ഭർത്താവിന് എന്തോ സംഭവിച്ചിരിക്കുന്നു. ഞാൻ അടുത്തുള്ളവരെയൊക്കെ വിളിച്ചു. അവരൊക്കെ വന്ന് എന്തൊക്കെ ചോദിച്ചിട്ടും തൊട്ടടുത്ത നിമിഷം നടന്ന കാര്യം പോലും ഓർമ്മയില്ല. പെട്ടെന്ന് ഞാൻ ഉടമ്പടി തൈലം ഹോസ്പിറ്റലിലേക്ക് ഞങ്ങൾ പോയി. അവിടെ ചെന്ന് 10 മിനിറ്റിനകം നഷ്ടപ്പെട്ടു പോയ എൻ്റെ ഭർത്താവിൻ്റെ ഓർമ്മ പൂർണ്ണമായും തിരിച്ചു കിട്ടി. മാതാവേ നന്ദി. ഓക്കെ, ഹല്ലേലൂയ. ഈ സൗരയുടെ സാക്ഷ്യങ്ങൾ നമ്മൾ കേട്ടു. എന്താണ്, ഇത്രയും സഹനത്തിലൂടെയും അമ്മയിൽ ആശ്രയിച്ചും
ഉടമ്പടിയിൽ നിലനിന്നും പ്രാർത്ഥിച്ച് ജീവിതത്തെ പ്രതിസന്ധികളെ അതിജീവിച്ച് പരിശുദ്ധ അമ്മയെ പോലെ വേദസാക്ഷ്യ തീക്ഷ്ണത ആർജിച്ച് കുരിശൻ ചൂട്ടിൽ നിന്ന് ശക്തി ആർജിച്ച് വളരുന്ന സൗകര്യക്ക് വേണ്ടി ഒരു മിനിറ്റ് ഒന്ന് പ്രാർത്ഥിച്ചോ. ഇനി അവർ കർത്താവിൻ്റെ മഹത്വം പറയുന്ന ആളാകട്ടെ, കുടുംബത്തിലെ സങ്കടങ്ങളെ അതിജീവിക്കട്ടെ. ഹല്ലേലൂയ. ഉച്ചത്തിൽ പറഞ്ഞ് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചേ. പേര് എൻ്റെ പേര് അനീസ്. ഞാൻ കൈപ്പുഴയിൽ നിന്ന് വരുന്നു. ഞാനിപ്പോൾ വരുന്നത് എനിക്ക് 2 ആൺപിള്ളേരും ഇളയ ഒരു മോളും ഉണ്ട് ഇടയ്ക്ക്. അപ്പോൾ കൈപ്പുഴയാണ് എൻ്റെ സ്ഥലം. അപ്പോൾ ഞങ്ങൾ പിന്നെ മൂത്ത മരുമോൾക്ക് ഇതുപോലെ അവൾ 4ാമത് പ്രഗ്നൻ്റ് ആയപ്പോൾ പെട്ടെന്ന് കാലയിലെ തൊട്ട് മുകളിലോട്ട് ഉള്ള ഭാഗത്ത് അരവരെയുള്ള ഭാഗത്ത് ബ്ലഡ് ക്ലോട്ടിങ് ഉണ്ടായി. അപ്പോൾ ഡോക്ടറോട് ടെസ്റ്റ് ചെയ്തപ്പോഴാണ് ഇത് മനസ്സിലായത്. പിന്നെ ഡോക്ടർ അത് ഒരു ഇഞ്ചക്ഷൻ എടുക്കണം. അപ്പോൾ 2 ഒരു ദിവസം 2 ഇഞ്ചക്ഷൻ എടുക്കണമായിരുന്നു. അതിൽ ഓരോ ഇഞ്ചക്ഷനും 500 രൂപ വീതം വിലയാകുന്നതാണ്. ഏതായാലും അങ്ങനെ 10 മാസത്തോളം എടുത്തു. അതിന് ശേഷമാണ് 9 മാസം എടുത്ത് പ്രസവം കഴിഞ്ഞ് എറണാകുളത്ത്. അപ്പോൾ അതിന് മുമ്പ് ഇതുപോലെ ഒരു പേപ്പർ ഇതുപോലെ കൈ കിട്ടിയായിരുന്നു. അപ്പോൾ അതനുസരിച്ച് അവൾ പ്രത്യേകം പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് എറണാകുളത്ത് പോയി ഡോക്ടർ ടെസ്റ്റ് ചെയ്തപ്പോൾ എല്ലാം കുറവുണ്ട്, ഒത്തിരി കുറവുണ്ട്. ഇനി അധികം ഇഞ്ചക്ഷൻ 1 മാസത്തോടെ എടുത്താൽ മതിയെന്ന് പറഞ്ഞു. പക്ഷേ 1 മാസം കഴിഞ്ഞാണ് ഞങ്ങളിപ്പോൾ ഇവിടെ വന്നതും. അപ്പോൾ ഞങ്ങൾ വീണ്ടും ഇതുപോലെ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു. അപ്പോൾ അതനുസരിച്ച് വീണ്ടും ചെക്ക് ചെയ്തപ്പോൾ 5 രൂപയുടെ മരുന്നോട് ഇനി കഴിക്കണം എന്ന് പറഞ്ഞു. 2-3 മാസത്തേക്കൂടെ ഇത്രയേ ഉള്ളൂ. ബാക്കിയെല്ലാം ശരിയായെന്നാണ് പറഞ്ഞത്. കുറവായെന്നാണ് പറഞ്ഞു. ശരിയായി 5 രൂപയുടെ ദിവസം കഴിക്കണം എന്ന് പറഞ്ഞു. അത് പെട്ടെന്ന് നിർത്താൻ പറ്റിയ പറഞ്ഞതാണ്. പിന്നെ ബ്ലഡ് ക്ലോട്ടിങ്. പിന്നെ 2ാമത്തെ മോൻ്റെ ഭാര്യ ഇതുപോലെ RN ടെസ്റ്റ് ഞങ്ങളെടുത്തായിരുന്നു. അപ്പോൾ RN ടെസ്റ്റ് പാസ്സായ 2-3 പ്രാവശ്യം അവൾ എഴുതിയിട്ട് തോറ്റു പോയായിരുന്നു. പിന്നെ 2ാമത് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചത് ഫലമായി. ഏതായാലും അവൾക്ക് നല്ല എളുപ്പമായിരുന്നു. അത് വിഷമമായിരുന്നു, പക്ഷേ ജയിക്കാൻ പറ്റി. അടുത്ത ആൾ വരിക. നീതു എന്നാണ്. ഞാൻ പള്ളിപ്പുറത്തു നിന്നാണ് വന്നത്. എൻ്റെ ഹസ്ബൻഡിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ സാക്ഷ്യം പറയണത്. എൻ്റെ ഹസ്ബൻഡ് ഒരു ഗെയിമിംഗ് കമ്പനിയിലാണ് വർക്ക് ചെയ്യണത്. ഗെയിം ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞാൽ പലർക്കും അറിയാൻ പറ്റൂല. കല്യാണം ആലോചിച്ച് വന്നപ്പോൾ എനിക്ക് പോലും അറിയാൻ പാടുണ്ടായിരുന്നില്ല. അതായത് നമ്മുടെ കേരളത്തിൽ വളരെ കുറവ് മാത്രമേ ആ ഒരു കമ്പനി ഉള്ളൂ. ഒരു ദിവസം പുള്ളി ജോലി കഴിഞ്ഞ് വന്നപ്പോൾ എന്നോട് പറഞ്ഞ് വളരെ വിഷമിച്ചാണ് വന്നത്. അപ്പോൾ എനിക്കറിയില്ല ഞാൻ എന്താണ് കാര്യം. പിന്നെ കമ്പനിയിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ട്, കമ്പനി ക്ലോസ് ചെയ്യാൻ പോണേണ്, 1 മാസത്തിനുള്ളിൽ വേറെ ജോലി കണ്ടുപിടിക്കണം. എനിക്ക് എന്ത് പറയണമെന്ന് അറിയാൻ വേണ്ടില്ല. ഞാൻ നിപ്പിൽ അവിടെ നിന്ന് കരയാണ് ചെയ്തത്. അപ്പോൾ ഞങ്ങളുടെ അടുത്തുനിന്ന് ഒരു ചേച്ചി കുറേ നാളുകളായിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ആ ചേച്ചി എനിക്ക് എല്ലാ പ്രാവശ്യവും പേപ്പർ കൊണ്ടുവന്ന് തരും. ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പോൾ പക്ഷേ എനിക്കിവിടെ ഇതുവരെ വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ എന്തോ ആയിക്കോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാനൊരു ദിവസം ഇവിടെ വന്നു. അപ്പോൾ ഈ കമ്പനിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് തന്നെ എൻ്റെ ഹസ്ബൻഡ് വേറൊരു സ്മാർട്ട് സിറ്റിയിലുള്ള വേറൊരു കമ്പനിയിൽ ഇൻ്റർവ്യൂവിന് പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ അവിടെ വിളിച്ച് ചോദിച്ചപ്പോൾ അവർ തൽക്കാലം വേക്കൻസി ഒന്നുമില്ല എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. അപ്പോൾ 1 മാസത്തിനുള്ളിൽ വേറൊരു ജോലി എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടായിരുന്നു. ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് 3-ാം ദിവസം